എല്ലാവരുടെയും വീടുകളിൽ അല്ലെങ്കിൽ അടുക്കളകൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് മാലിന്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ വേസ്റ്റ് കൃത്യമായി നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റാഴിക എന്നൊക്കെ പറയുന്നത്. ഇതിനൊരു പരിഹാരം എന്നോണം ഒരു പ്രൊഡക്റ്റ് നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടിയാലോ? അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ബയോക്ലീൻ അല്ലേ? ജസ്റ്റ് ആ പ്രൊഡക്റ്റിനെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? നമുക്കിത് 3 ബിന്നുകളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതേപോലെ നമുക്ക് തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കിച്ചണിനകത്ത് വെച്ചും ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേക ഒരുപാട് സ്ഥലമോ അതിൻ്റെ ആവശ്യങ്ങളോ ഒന്നുമില്ല. നമുക്കിതിൻ്റെ കൂടെ ഇനോക്കുലം കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രിക്കുകളായിട്ടായിരിക്കും നമ്മൾ തരുന്നത്. അതൊരു വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് മാറും. ഒരു ലെയറിൽ നമ്മൾ ഇനോക്കുലം ഇട്ട് കൊടുക്കുക. ദെൻ അതിന് മുകളിലായിട്ട് വേസ്റ്റ് ഇടാവുന്നതാണ്. ഫുഡ് വേസ്റ്റ് ഇട്ടതിന് ശേഷം എപ്പോഴൊക്കെ നമ്മൾ വേസ്റ്റ് ഇടുന്നോ അപ്പോഴൊക്കെ ഇനോക്കുലം വെച്ച് കവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നോർമലി ഒരു നമുക്ക് അറിയാം കിച്ചണിലെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഫുഡിന്റെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പച്ചക്കറികളുടെ ഒക്കെ വേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടുമ്പോൾ ഭയങ്കര ബാഡ് ആയിട്ടുള്ള സ്മെല്ലാണ് വരാം. അപ്പോൾ നമ്മളിപ്പോൾ കിച്ചണിൽ വരെ പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള സ്മെല്ലോ ബുദ്ധിമുട്ടുകളോ നമുക്ക് നേരിടും? ഇല്ല, ഒരു കാരണവശാലും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കിച്ചണിൽ വെച്ച് നമുക്കിപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അത് കിച്ചണിൽ തന്നെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. വേസ്റ്റ് എപ്പോൾ ഇട്ട് കഴിഞ്ഞാലും 1 ഇഞ്ച് കനത്തിൽ നമ്മൾ ഈ ഇനോക്കുലം കൂടി കവർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സ്മെല്ലോ വേറെ പുഴുക്കളോ അങ്ങനെയുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്കുണ്ടാവില്ല. അപ്പോൾ ഈ ഇനോക്കുലം എന്ന് പറയുന്നത്, അപ്പോൾ ഇത് നമ്മൾ എത്ര നാളത്തേക്കാണ് നമുക്കൊരു വാലിഡിറ്റി എന്ന് പറയുന്നത്? അതിന് ശേഷം നമ്മൾ എങ്ങനെ ഈ പ്രൊഡക്റ്റ് ഇത് നമുക്ക് 900 ഗ്രാമുള്ള 3 ബ്രിക്കുകളായിട്ടാണ് കിട്ടുന്നത്. അതിലെന്ന് പറയുമ്പോൾ നമ്മളിത് സോക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ ഉണ്ടാവും. ഒരു 4.5 മാസം വരെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും ഈ ഒരു 3 ബ്രിക്ക് എന്ന് പറയുമ്പോൾ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കമ്പോസ്റ്റ് 21 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കമ്പോസ്റ്റ് ആയിട്ട് മാറും. ആ കമ്പോസ്റ്റ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഈ ഇനോക്കുലം പർച്ചേസ് ചെയ്യാതെ ഇതുകൊണ്ട് തന്നെ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു ലെയറിൽ ഇനോക്കുലം ഇട്ടതിന് പകരമായിട്ട് ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് വേസ്റ്റ് ഇടുക. ഇതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോകാം. അപ്പോൾ ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വേസ്റ്റിന്റെ പ്രശ്നങ്ങൾ ഒരു പരിധിയിലധികം നമുക്ക് കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് മാറി കിട്ടും. ഒരു സംശയം എന്ന് പറയുന്നത് ഇപ്പോൾ 3 ബക്കറ്റാണെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഈ 3 ബക്കറ്റിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്? ഇതിൽ നമുക്ക് ഇതേപോലെ 3 ബക്കറ്റുകളായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുന്നതാണ് നമ്മൾ. ആദ്യം തന്നെ നമ്മൾ വേസ്റ്റ് ഇടേണ്ടത് ഈ മുകളിലത്തെ ബിന്നില്ല. അതായത് ഇതിൽ ഒരു ലെയറിലായിട്ട് ഇനോക്കുലം ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേസ്റ്റ് ഇടുക. വേസ്റ്റ് എപ്പോഴൊക്കെ ഇടുന്നോ അപ്പോഴൊക്കെ നമ്മൾ ഇനോക്കുലം വെച്ച് കവർ ചെയ്യുക. ഇതേപോലെ മൂടി വെക്കുക. ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് നിറഞ്ഞു കഴിയുന്ന സമയത്ത് ഈ ബിന്ന് നേരെ അടിയിലോട്ടായിട്ട് വെക്കുക. അടുത്ത ബിന്ന് കയറ്റി വെക്കുക. എന്നിട്ട് അതിലാണ് പിന്നെ അടുത്ത വേസ്റ്റ് ഇട്ട് തുടങ്ങേണ്ടത്. അങ്ങനെ 3 ബിന്നുകളിലായിട്ട് അറ്റ് എ ടൈം ഒരു ബക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ സെപ്പറേഷൻ ഇല്ല. ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് എങ്ങനെ വെള്ളം ഒഴിക്കാൻ പറ്റുമോ? ഇല്ല, വെള്ളം അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വാട്ടർ കണ്ടന്റ് ഉള്ള വേസ്റ്റുകൾ നമ്മൾ ഇടാതെ ശ്രദ്ധിക്കുക. അതായത് ഈ കറികൾ, പായസം, രസം അതൊക്കെ ആണെങ്കിൽ അത് ഡ്രെയിൻ ചെയ്തിട്ട് അതിലുള്ള പീസുകൾ മാത്രമായിട്ട് ഇതിലേക്ക് ഇടുക. വെള്ളം ഒരിക്കലും നമ്മൾ ഡയറക്റ്റ്ലി ഒഴിക്കാൻ പാടില്ല. പിന്നെ ഇപ്പോൾ ഈ ഇനോക്കുലത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇത് വാങ്ങാൻ പറ്റുന്നത്? ഇതിപ്പോൾ നമ്മൾ ഇനോക്കുലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആമസോണിലൂടെയും ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മുടെ വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എത്തിച്ചു തരും. ഒരു ബ്രിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിലായിട്ട് ചെയ്തു തരുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെന്റ് പ്രശ്നം നേരിടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായും. ഇത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലമുള്ള ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും ഒരേപോലെ ഉപകാരമാണ്. ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ കമ്പോസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ടെൻഷനിലായിരിക്കും അവർ. ഇതിൻ്റെ യൂസേജ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ കമ്പോസ്റ്റ് യൂസ് ചെയ്യാം. വേറെ വളമോ കാര്യങ്ങളോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ കൂടെ ഒരുപാട് സ്ഥലമുള്ള ആളുകളൊക്കെ ഇത് മേടിക്കുന്നുണ്ട്. കാരണം അവർക്ക് ചെടിക്കും പച്ചക്കറികൾക്കൊക്കെ വേണ്ടി കമ്പോസ്റ്റിന് വേണ്ടിയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഈ ഒരു പ്രശ്നം നേരിടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് ഉപകാരപ്രദമാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വേണ്ടവർ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്തിച്ചു നൽകുന്നതായിരിക്കും.